ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ഗോഡ് ബ്ലസ് യു മാമേ. അങ്ങനെ അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗുഡ്ബാഡകളി കണ്ടു. അപ്പോൾ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു ഫാൻ ബോയ് സംഭവമായിട്ടാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അതായത് ആദിക് രവിചന്ദ്രനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാർക്കാരണിക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അദ്ദേഹം അജിത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ ഒരു ഫാൻ ബോയ് ചിത്രം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അത് മാർക്കറ്റ് ചെയ്തതും. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ആരാധകന് മാത്രമേ ഇങ്ങനെയൊരു സിനിമ എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ചില സിനിമകൾ നമുക്കറിയാം, കൂടിപ്പോയാൽ ഒരു ഗൂംസോം സീൻ അല്ല 2 ഗൂംസോം സീൻ, മാക്സിമം ഒരു 4 ഗൂംസോം സീൻസ് ആയിരിക്കും ഒരു സിനിമയിൽ ഉണ്ടാവുക. പക്ഷേ ഇത് എണ്ണാൻ പറ്റിയില്ല ഗൈസ്. സ്റ്റാർട്ടിങ് പടം തുടങ്ങി ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഗൂംസോം സീൻസാണ്, മാസ് സീൻസാണ് ഫുള്ളായിട്ട്. ആദ്യം തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ക്ലൈമാക്സ് വരെ അങ്ങനെയാണ് പടം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, അജിത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവിഴ, അല്ലെങ്കിൽ തമിഴ് തിരുവിഴ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാം, ആ ലെവലിലേക്കാണ് ചിത്രം എടുത്തിരിക്കുന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ള് ഗൂംസോം സീൻസും മാസ് സീൻസുമാണ്. ഇങ്ങനെ അജിത്തിൻ്റെ പഴയകാല ചിത്രങ്ങളുടെ റെഫറൻസുകൾ, ഡയലോഗുകൾ, പാട്ടുകൾ, പിന്നെ അതോടൊപ്പം കമലഹാസൻ്റെ ഒരു പഴയ പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ക്ലൈമാക്സിലെ ആലിമ ഡോലിമ സംഭവമൊക്കെ വേറെ ലെവലാണെന്ന് പറയാം. പിന്നെ എടുത്തു പറയേണ്ടത് GV പ്രകാശിൻ്റെ BGM ആണ്. ഓരോ ഗൂംസോം സീനും വേറെ ലെവലാക്കുന്ന അദ്ദേഹത്തിൻ്റെ BGM ആണെന്ന് പറയാം. ഒന്നും പറയാനില്ല ഗൈസ്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ വാവ് ഫാക്ടർ വെച്ച് ഇങ്ങനെ കൈയടിപ്പിച്ചു കൊണ്ടിരിപ്പിക്കുകയായിരുന്നു ഈ സംവിധായകൻ ആദിക് രവിചന്ദ്രൻ. പിന്നെ ഹീറോ അജിത്തിലേക്ക് വരുമ്പോൾ ഒരു വിൻറ്റേജ് അജിത്തിനെ എവിടേക്കോ കണ്ട പോലെ നമുക്കിങ്ങനെ തോന്നും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് മുൻകാല ചിത്രങ്ങളുടെ റെഫറൻസ് ഒക്കെ വരുമ്പോൾ, ബാലി, ദീന ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു പോകും. അജിത്തിൻ്റെ അജിത്തിൻ്റെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഹാൻസമാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണുവാനായിട്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, വേറെ ലെവലാണെന്ന് പറയാം. ഡയലോഗ്സ്, മാസ് സീൻസ്, ഫൈറ്റ്, ഡാൻസ് എല്ലാം അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങൾ സുനിൽ, തൃഷ, നമ്മുടെ പ്രഭു, അതോടൊപ്പം പ്രസന്ന, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ, യോഗി ബാബു വന്ന് പോകുന്നുണ്ട്, നിരവധി കഥാപാത്രങ്ങൾ. സിമ്രാൻ്റെയൊക്കെ കാര്യം പറയണ്ട. സിമ്രാനും തൃശ്ശയായിട്ടുള്ള ആ ഒരു സീനൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസമായിരിക്കും കാണുവാനായിട്ട്. വിൻറ്റേജ് ബാലിയൊക്കെ നമുക്ക് ഓർമ്മ വരും. ഫുൾ അജിത്തിൻ്റെ പഴയകാല റെഫറൻസുകളും സംഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത്. പിന്നെ കാർത്തികേയ, അതോടൊപ്പം വില്ലൻ ക്യാരക്ടർ ചെയ്ത അർജുൻ ദാസ്, ജാക്കി ഷെറഫ്, എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. റെഡ് ഡ്രാഗൺ AK അദ്ദേഹത്തിൻ്റെ കഥയാണ് ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നത്. ഏതായാലും നല്ലൊരു ഫാമിലി സെൻറ്റിമെൻറ്റും ഉണ്ട്. അതോടൊപ്പം ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമ ആദ്യം തൊട്ട് അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട്. മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ, തിയേറ്ററൊക്കെ തമിഴ്നാട്ടിലൊക്കെ തിയേറ്റർ ഫെസ്റ്റിവലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം. തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും. കാരണം അതുപോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് ഇൻ്റർവെല്ലിലൊരു സംഭവമുണ്ട്, തളപതി റെഫറൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും തല ഫാൻസിനെ, അജിത് വിജയ് ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ആവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ച്. ഏതായാലും നല്ല വിഷ്വൽ എഫക്റ്റ്, നല്ല സംഭവങ്ങളും നല്ല സിനിമാട്ടോഗ്രാഫിയും എല്ലാം കൂടി ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ. അല്ലെങ്കിൽ എല്ലാം മറന്നൊരു 2-2.5 മണിക്കൂർ ചുമ്മാ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ലോജിക്കൊന്നും ഇല്ലാതെ നല്ലൊരു ആക്ഷൻ സിനിമ കണ്ടാൽ, അല്ലെങ്കിൽ അജിത്തിൻ്റെ മുൻകാല ചിത്രങ്ങളുടെ റെഫറൻസ് ഒക്കെ വെച്ച് നല്ലൊരു ചിത്രം കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആദ്യം തൊട്ട് അവസാനം വരെ നല്ല പ്യൂറായിട്ട് എൻ്റർടൈൻ ചെയ്ത് ഗൂംസോംസൊക്കെ അടിച്ച് എനർജിയോടുകൂടി തിരിച്ചു വരാൻ പറ്റിയ പക്ക മസാല, പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണ് ഈ ഗുഡ്ബാഡകളി എന്നത്. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല ഗൂംസോംസ് അടിച്ച് ഇങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ ഒരു പക്ക മാസ് സിനിമ. ഏതായാലും ഇത് തിയേറ്ററിൽ ഇനി ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെയാണ് ആദിക് രവിചന്ദ്രൻ എടുത്തു വച്ചിരിക്കുന്നത്. എല്ലാ ക്യാരക്ടറുകളും അവരവരുടെ റോളിൽ വളരെ ഭംഗിയടിച്ച് ചെയ്തു. പിന്നെ സോങ്സൊക്കെ അടിപൊളിയായിരുന്നു. ഓപ്പണിംഗ് സോങ് തന്നെ വേറെ ലെവലെന്ന് പറയാം. പിന്നെ അജിത്തിൻ്റെ ഇൻട്രോയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. കാരണം വിശ്വാസമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻട്രോ. അപ്പോൾ അതിനെ കടത്തി വെട്ടി വേറെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലുള്ളൊരു ഇൻട്രോ ഇനി ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അജിത്തിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ബെസ്റ്റ് ടൈറ്റിൽ കാർഡ് ഇതുവരെ അജിത്തിന് കിട്ടാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അജിത്തിന് ഇതിന് മേലിൽ വെക്കാനൊരു ടൈറ്റിൽ കാർഡ് ഇനി കൊടുക്കാൻ പറ്റുമോ എന്ന രീതിയിലുള്ളൊരു ടൈറ്റിൽ കാർഡാണ് ആദിക് രവിചന്ദ്രൻ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും അജിത്തിനെയും അജിത് ഫാൻസിനെയും തൃപ്തിപ്പെടുത്തി. ഒരു ചോറ് വിചാരിച്ച് പോകുന്നവന് ഒരു ബിരിയാണി കിട്ടി അങ്ങനെ ഇരിക്കും. ആ ലെവലിലാണ് ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു മാമൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.